ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലോട്ട് ഒരു വണ്ടി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ചെറിയൊരു ഗൈഡ് ആയിരിക്കും ഈ വീഡിയോ. പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായത് നമുക്ക് എന്തൊക്കെ ടൈപ്പ് നമുക്ക് വണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയാം. NRIസിന് കാസ് ഈസി ആയിട്ട് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, അവരോട് ആ വണ്ടി 12 മന്ത്സെങ്കിലും യൂസ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അവരുടെ വണ്ടി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നാൽ പോലും 2 വർഷത്തേക്ക് അവർ നോ സെയിൽ പീരീഡ് ആണ്. അത് മാത്രമല്ല, ആ വണ്ടിക്ക് അവർ 252% ഡ്യൂട്ടി കൊടുക്കണം. 1950s മുൻപേ ഉള്ള വിന്റേജ് കാർസ് ഇന്ത്യയിലോട്ട് ആൾക്കാർക്ക് ഷോ പർപ്പസിനും റാലി പർപ്പസിനും മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് റോഡ് ലീഗൽ ആയിരിക്കത്തില്ല. അതിനും ഡ്യൂട്ടി വരുന്നത് 252% ആയിരിക്കും. ഇന്ത്യയിലോട്ട് ന്യൂ കാർസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ വണ്ടിയുടെ വില $40,000 മുകളിലായിരിക്കണം. പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പെട്രോൾ ആണെങ്കിൽ 3000 എബവ് cc കാർ ആയിരിക്കണം. ഡീസൽ ആണെങ്കിൽ 2500 cc എബവ് കാർസ് ആയിരിക്കണം. ഇത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ടെമ്പററി ആയിട്ട് കാർസ് കൊണ്ടുവരാൻ പറ്റും കാരണത്തിലൂടെ. അത് നമുക്ക് ലോ കോസ്റ്റേ ആവത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ